ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം. നമ്മൾ മാനം അല്ലെങ്കിൽ ബഹുമാനം എന്ന വിഷയത്തെക്കുറിച്ച് വിവിധ വിഷയങ്ങൾ നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മാനം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉള്ളിൽ തനിക്ക് സ്ഥാനമുണ്ടാകുക എന്നർത്ഥം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, മറ്റുള്ളവരിൽ തനിക്ക് സ്ഥാനം ഉണ്ടാകണമെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ താൻ ഇല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകണം. ഇതൊക്കെയും പുറമേ നമ്മൾ വിചാരിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരിക്കലൊരു പല സ്ഥലത്തും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭർത്താവ് മരിച്ചെന്നൊരു വാർത്ത ഇവിടെ ഒരു സ്ത്രീയുടെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയുടെ വീട്ടിൽ വാർത്തയെത്തി. ഭർത്താവ് മരിച്ചു പോയി എന്നാണ് വാർത്ത. ആ സ്ത്രീ അത് കേട്ട് നിന്ന് അല്പസമയം ചിന്തിച്ച്, പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു, വേർത്തു. ചില സമയങ്ങൾക്കുള്ളിൽ ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണമുള്ള ഹൃദയാഘാതം ഉണ്ടായി. അതിൻ്റെ കാരണം തൻ്റെ ഭർത്താവിന് തൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം അത്ര വലുതാണെന്നർത്ഥം. അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും ശ്രദ്ധിക്കത്തക്കതാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ക്രിസ്തു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ദൈവം ആഗ്രഹിക്കുന്നു അതാണ്. ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, ക്രിസ്തീയ വിശ്വാസികൾ, സമുദായിക വിശ്വാസികൾ, പെന്തക്കോസ്ത് വിശ്വാസികൾ, മറ്റു പല തരത്തിലുള്ള വിശ്വാസ സമൂഹങ്ങൾ മുഴുവനും കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ജീവനായ ക്രിസ്തു. ക്രിസ്തു എവിടുത്തെ ജീവൻ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള മനുഷ്യൻ, അകമയുള്ള മനുഷ്യൻ എന്നിങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് മനുഷ്യ വ്യക്തിത്വങ്ങൾ ഉണ്ട്. അതിൽ മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യർക്ക് മാത്രമുള്ളതുമായ ദേഹിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് അകത്തെ മനുഷ്യൻ. ഈ മനുഷ്യൻ, അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് വചനമാണ്. വചനത്തിൽ കൂടി പ്രാപിക്കുന്ന ജ്ഞാനമാണ്. അതിൽ കൂടി പഠിക്കുന്ന, പ്രാപിക്കുന്ന അനുസരണമാണ്. അനുസരണക്കൂടത്തിൽ കൂടി ലഭിക്കുന്ന ജീവനാണ്. അതായത് മനുഷ്യന്റെ ശരീരത്തിന്റെ ജീവൻ രക്തത്തിൽ കൂടിയും പ്രാണന്റെ ജീവൻ വചനത്തിൽ കൂടിയും പ്രാപിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് അർത്ഥം. അത് എങ്ങനെ ജീവനായി തീരുന്നു? വിശ്വാസം മുഖാന്തരം ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വരുന്നു. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. വിശ്വാസം എങ്ങനെ വരുന്നു? കേൾവിയിൽ കൂടി വരുന്നു. കേൾവി എങ്ങനെ വരുന്നു? ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. വചനം എങ്ങനെ വരുന്നു? പ്രസംഗിക്കുന്നതിനാൽ വരുന്നു. പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കുന്നു? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിക്കുന്നു. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ
ഉള്ള വാക്യങ്ങളായത് മുഴുവൻ. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അടുത്ത ഘട്ടം, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ അനുസരിക്കും? അനുസരിക്കാതെ എങ്ങനെ ജീവനുള്ളിൽ വരും? ജീവൻ വർദ്ധിച്ചിട്ടല്ലാതെ എങ്ങനെ ഒരു മനുഷ്യനിൽ ക്രിസ്തു ഉരുവാകും? ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ, അവൻ്റെ അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്ന വിധമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം മാനം എന്നുള്ള വിഷയമാണ് ചിന്തിക്കുന്നത്. ക്രിസ്തുവാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലെ അകത്തെ മനുഷ്യൻ്റെ ജീവനെങ്കിൽ, അകത്തെ ദേഹിയുടെ ജീവൻ, ആത്മമനുഷ്യൻ്റെ ജീവൻ ക്രിസ്തു തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തു അവനിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ മരിക്കുമെന്നർത്ഥം. മുൻപ് ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട് ഭാര്യ മരിച്ചതുപോലെ തന്നെ ക്രിസ്തു തന്നിലും നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്ത് താനും മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ആര് വന്നിട്ടുണ്ട്? അങ്ങനെ ബന്ധത്തിലേക്ക് ആര് വന്നിട്ടുണ്ട്? ആ വാക്യം ഓർത്തു കൊള്ളണം. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ക്രിസ്തു നിങ്ങളുടെ ജീവനാണെങ്കിൽ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇല്ലാതെ തേജസ്സിൽ വെളിപ്പെടുകയില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ സഭയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൂതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇതിനെ ഹൃദയത്തിൽ വഹിക്കണം. എങ്ങനെ ഉള്ളിൽ കൊണ്ടുവരണം? വിശ്വാസത്താൽ. 2, ഭയം വേണം. ഏറ്റവും കൂടുതൽ ഭയം വേണം. 3, അനുസരണം വേണം. 4, സ്നേഹം വേണം. ഈ 4 കാര്യങ്ങളിൽ കൂടി മാത്രമേ ഒരു മനുഷ്യൻ്റെ പ്രാണന്റെ ജീവൻ ക്രിസ്തു ആയിത്തീർന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിത്തീർന്നുള്ളൂ. മറ്റേതെങ്കിലും എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ എൻ്റെ മകൻ, അവൻ എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. എനിക്ക് ലോകത്തിൽ ഞാൻ ആരേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന അവനെയാണ്. ആരേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും ഭയപ്പെടുന്നതും ഒക്കെ അവനെയാണ്. ദൈവത്തെക്കാൾ ഉപരി എനിക്ക് എൻ്റെ മകനാണ് വലുതെന്നിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ ജീവൻ എൻ്റെ മകനാണ്. അതുകൊണ്ട് എൻ്റെ മകൻ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, എൻ്റെ ജീവൻ പോയി, ഞാനും മരിക്കും. ഇത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതേപോലെ ഒരു ബന്ധം ക്രിസ്തുവും ദൈവത്തിൻ്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ വരവിനും പ്രത്യക്ഷതയ്ക്കും ഒക്കെ അർത്ഥമുണ്ടാകും. അല്ലാതെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷം ഇന്നും നാനാവിധ മോഹങ്ങൾക്കും ലോകത്തുള്ള പലവിധ ആഗ്രഹങ്ങൾക്കും എല്ലാം അടിമപ്പെട്ട് എന്താ പറയുന്നത്, എന്താ സംസാരിക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് നിശ്ചയമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോഷത്വം ഈ വിധത്തിൽ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമാണ്. ഒരാൾക്ക് മാനമെന്ന് പറഞ്ഞാൽ, അതായത് ഞാനും എൻ്റെ സ്നേഹിതനും ഉണ്ട്, അല്ലെങ്കിൽ ഞാനും മറ്റൊരു ആളുമുണ്ട്, ഞാനും എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ ആഗ്രഹം അവളുടെ ഹൃദയത്തിലെ ആധിപത്യം ഞാനായിരിക്കണം. വേറൊരാൾ അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. വേറൊരാളെ അവൾ ഇത്രയും സ്നേഹിക്കാൻ പാടില്ല. അവൾക്ക് ഏറ്റവും വിശ്വാസം എന്നോടായിരിക്കണം, ഏറ്റവും അനുസരണം എന്നോടായിരിക്കണം, ഏറ്റവും സ്നേഹം എന്നോടായിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കണം അവളുടെ പ്രാണന്റെ ജീവൻ. അകത്ത മനുഷ്യന്റെ ജീവൻ ഞാനായിരിക്കണം. ഇതാണ് വിഷയം. സത്യദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അകത്ത മനുഷ്യന്റെ ജീവൻ ദൈവപുത്രനായ ക്രിസ്തു ആയിരിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരവസ്ഥ ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? 1000 കോടി മനുഷ്യരുണ്ട്. ഈ 1000 കോടി മനുഷ്യരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തുവാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസം. യേശുക്രിസ്തുവിനെയാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ ജീവൻ ക്രിസ്തുവാണ്. ഇത് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ക്രിസ്തു ആയിരിക്കണം ജീവൻ. വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. കർത്താൻ പറയുന്നത് പണ്ടുള്ള കാലങ്ങളിൽ ഇത് മറഞ്ഞതിന് ശേഷം ഈ അന്ത്യകാലത്ത് തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതോ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത് പണ്ട് കാലത്ത് മറഞ്ഞിരുന്നു, ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടിരിക്കുന്നു. ഇതാണ്. അപ്പോൾ ക്രിസ്തു ഉള്ളിൽ വന്നതിന് ശേഷം തനിക്കുള്ളവരെ വിളിച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിനെ അവർ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഭയപ്പെട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ അനുസരിച്ച് കഴിയുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ജീവൻ അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. മഹത്വം, ബലം, ജ്ഞാനം, ശക്തി, ബഹുമാനം, സ്തോത്രം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും 7 കൂട്ടം കാര്യങ്ങൾ ആരാധനയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ 7 കൂട്ടം കാര്യങ്ങൾ ലോകത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശക്തി കർത്താവിന് കൊടുക്കുന്നു, എൻ്റെ ബലം കർത്താവിന് കൊടുക്കുന്നു, എൻ്റെ ധനം കർത്താവിന് കൊടുക്കുന്നു, സ്തുതി കർത്താവിന് കൊടുക്കുന്നു, ഇതൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജീവനായിട്ടുണ്ടെങ്കിൽ, അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും അനുസരിക്കുന്നതും ഭയപ്പെടുന്നതും സ്നേഹിക്കുന്നതും ക്രിസ്തുവിനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരണം. എന്ത് പുറപ്പെട്ടു വരണം? യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം എന്നീ കാര്യങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ മറ്റൊന്നും ചെയ്യണ്ട. അവന് വിടുതലായി. കാരണം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ് ആരാധനയിൽ കൂടി ദൈവത്തെ മാനിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സംശയം നമുക്കങ്ങ് നീങ്ങിപ്പോയി. എങ്ങനെ? എല്ലാവരും എന്നെ മാനിക്കണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ ഭയപ്പെടണം, എല്ലാവരും എന്നെ വിശ്വസിക്കണം എന്ന് ദൈവത്തിനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ ബാലിശമായവ ഇവിടെ നിന്ന് നീങ്ങി. കാരണം ആർക്ക് വേണ്ടിയിട്ടാ? ദൈവമാണ്, എൻ്റെ സൃഷ്ടികർത്താവാണ്, എന്നെ നിലനിർത്തുന്നവനാണ്. അവനെയാണ് വിശ്വസിക്കേണ്ടത്, അവനെയാണ് ഭയപ്പെടേണ്ടത്, അവനെയാണ് സ്നേഹിക്കേണ്ടത്, അവനെയാണ് അനുസരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ മനസ്സിലാക്കിയ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അവിടെ ദൈവത്തിന് ഇല്ലാത്ത മഹത്വമൊന്നും ആരും കൊടുക്കണ്ട. ഇങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ ആ മഹത്വപ്പെടുത്തുന്ന ആ മഹത്വത്തിൽ കർത്താവ് ഉണ്ടാവും. ആ സമയത്ത് കർത്താവ് ഉണ്ടാവും അവിടെ. ആർക്ക് വേണ്ടിയിട്ടാ? കർത്താവിന് വേണ്ടിയിട്ടാ? അല്ല, മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. തൻ്റെ സൃഷ്ടി തന്നെ മഹത്വപ്പെടുത്തുന്നവനായി എന്നേക്കുമുള്ള ഒരു നില
സൃഷ്ടിയിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നില പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ഈ വിധി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അത് തടസ്സമില്ലാതെ ചെയ്യാൻ സാധിച്ചാൽ അവനവൻ്റെ പ്രാണനെ നേടി. കർത്താവിന് വേണ്ടിയിട്ട് ആരും ചെയ്യേണ്ട, കർത്താവിന് വേണ്ടിയിട്ട് ആരും ചെയ്യേണ്ട. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തൻ്റെ മാന്യതയ്ക്ക് വേണ്ടി, താൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, താൻ ഈ പ്രപഞ്ചത്തിൽ കർത്താവ് സൃഷ്ടിച്ച ഉദ്ദേശത്തിന്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ വചനം പറയുന്നത് ദൈവത്തിന് ബഹുമാനം കൊടുക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവം മാനിക്കും. ദൈവത്തെ ആരാധിക്കുക, ദൈവം തിരിച്ചു തരും. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സകല ബഹുമാനത്തിനും യോഗ്യൻ, സകല ബഹുമാനത്തിനും യോഗ്യൻ ഏകസത്യദൈവമായ ക്രിസ്തു.